കഥ പറയട്ടെ. കഥ പറയാൻ പോവാട്ടോ. ടംപടം പണ്ടം പടം പണ്ടം പടം പണ്ട ടംപടം പണ്ടടം പണ്ടം പടം പണ്ട. കൂനാമ്പൂച്ചിയിലുള്ള സൈനു എന്ന് പറഞ്ഞ ഇത്താത്തൻ്റെ വീട്ടിലത്തെ ാണ് നമ്മളിപ്പോൾ പോണത് കേട്ടോ. അവിടുത്തെ കഥയാണ് പറയുന്നത്. സൈനിത്താത്ത എന്ന് പറഞ്ഞാൽ രാവ് അന്ത്യാവോളം പണിയെടുത്ത് നടു നിവർത്തുമ്പോൾ ഒന്ന് മൊബൈൽ കാണും, അല്ലെങ്കിൽ ടി വി ഇട്ട് കാണും. ആ സമയം നോക്കിയിട്ട് സൈനിത്താത്തക്ക് 2 വികൃതിയായ മക്കളും ഒരു വല്യമ്മച്ചിയും ഓരോ വീട്ടിലുണ്ട്. ആ വല്യമ്മച്ചി എന്ത് നോക്കിയാലും എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. പിന്നെ മക്കളാണെങ്കിൽ അപ്പം പറയും, ഉമ്മ ഒരു 10 റുപ്യ എടുക്കട്ടെ. അപ്പോൾ സൈനിത്താത്ത അത് കാണുന്ന രസം കൊണ്ട് എടുത്തോ എന്ന് പറയും. അടുത്ത വീട്ടിൽ കളിക്കാൻ പോട്ടെ, പൊയ്ക്കോ എന്ന് പറയും. അങ്ങനെ ഇരിക്കുന്ന അന്നത്തെ ദിവസവും സൈനിത്താത്ത ബാത്റൂമിൽ വെള്ളം വല്യമ്മ തുറന്നിടുന്നതിന് ബാത്റൂം പൂട്ടി താക്കോലുമായി സന്തോഷത്തോടു കൂടി ഒന്ന് മൊബൈൽ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്ന് മൊബൈൽ ഓണാക്കാൻ തുടങ്ങി. നല്ല എന്തോ പരിപാടി മൊബൈലിൽ സൈനു കണ്ടുകൊണ്ടിരിക്കുകയാണ്. സൈനു തലാട്ടുന്നും കയ്യാട്ടുന്നും താളം പിടിക്കുന്നും എല്ലാം ഉണ്ട്. അപ്പോഴാണ് വല്യമ്മ വന്ന് പറയുന്നത്, മോളെ സൈനു എനിക്ക് പാത്താണ്ട് മോളെ, മോളെ സൈനു എനിക്ക് പാത്താണ്ട് മോളെ. വല്യമ്മ ഇങ്ങനെ വന്ന് പറയുന്നു. അപ്പോൾ സൈനു അതൊന്നും അറിയുന്നില്ല. സൈനു മൊബൈലിൽ ഏതോ ഒരു പാട്ടിലാണ്. അപ്പോൾ സൈനു പറയും, പാത്തിക്കോ പാത്തിക്കോ പാത്തി കൂട് 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 എന്ന് പറഞ്ഞു. അപ്പം വല്യമ്മച്ചിക്ക് സന്തോഷമായി. വല്യമ്മച്ചി വേഗം കാര്യം സാധിപ്പിച്ചു. ബാക്കി കൂട്ടാനൊന്നും പറ്റിയിട്ടില്ല എങ്കിലും അവിടുത്തെ ബാക്കിയുള്ള ജഗ്ഗിലെ വെള്ളമൊക്കെ എടുത്ത് അവിടെ നിന്ന് കൈയൊക്കെ കഴുകി വല്യമ്മ റൂമിലേക്ക് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് സൈനു നല്ല രസത്തിൽ ഇതിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് മൊബൈലിലെ പ്രോഗ്രാമുകൾ. പെട്ടെന്ന് സൈനുവിന് എന്തോ ചീത്ത സ്മെല്ലടിച്ചു. സൈനു പറഞ്ഞു, എന്താ മണക്കുന്നത്? പൂച്ചമൂത്രം? നോ. പട്ടിമൂത്രം? നോ. അല്ല പടച്ചോനെ, മനുഷ്യമൂത്രം എന്ന് പറഞ്ഞ് സൈനു ചാടി എണീക്കുകയും വല്യമ്മച്ചീന്ന് ഉറക്കനൊരു വിളിക്കുകയും ചെയ്തു. വല്യമ്മച്ചിക്ക് കാര്യം മനസ്സിലായി, സൈനു എന്തിനാണ് വിളിച്ചത്. സൈനു വല്യമ്മച്ചി ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, നീ ഇന്നെ മാത്രം നോക്കണ്ട, എൻ്റെ 2 വികൃതി മക്കളില്ലേ, അപ്പെണ്ണും പാത്തിയേ ഇപ്പെണ്ണും പാത്തിയേ, ഞാൻ പറഞ്ഞ് കേട്ടില്ല പാത്തിയേ പാത്തി കൂട് 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 എന്ന് വല്യമ്മയും പറഞ്ഞു. സൈനുവിന് കാര്യം മനസ്സിലായി. സ്ഥിരബോധമില്ലാതെ മൊബൈൽ കണ്ടതിന് സൈനുവിന് കിട്ടിയ 8ൻ്റെ പണിയാണ് ഇതെന്ന് സൈനുവിന് മനസ്സിലായി. അന്ന് തൊട്ടിട്ട് സൈനു പരിസരബോധം മറന്നിട്ട് ഒരിക്കൽ പോണ മൊബൈലോ ടി വിയോ ഒന്നും കണ്ടിട്ടില്ല. അന്നും ഇന്നും സൈനു വളരെ ഡീസൻ്റാണ്.